എപ്സ്റ്റീൻ ഐലൻഡ് അധികാരത്തിന്റെ തണലിൽ ജെഫ്രി എപ്സ്റ്റീൻ എന്ന കൊടും കുറ്റവാളി കെട്ടിപ്പടുത്ത സെക്സ് റാക്കറ്റാണത്. പ്രായം തികയാത്ത പെൺകുട്ടികളെ തങ്ങളുടെ ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കാൻ അവിടെ നിരന്തരം വന്നുപോയിരുന്നത് ലോക നേതാക്കളും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഉൾപ്പെടെയുള്ള ഉന്നതരായിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ തന്നെ പ്രായം തികയാത്ത നിരവധി പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞിരുന്നു. പക്ഷേ അയാൾ വെറും ഒരു ലൈംഗിക കുറ്റവാളി മാത്രമായിരുന്നില്ല. പെൺകുട്ടികളെ എത്തിച്ചു തരാമെന്ന് ഓഫറിട്ട് അയാൾ കയറിക്കൂടിയത് അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്കായിരുന്നു. ട്രംപും ബിൽ ക്ലിന്റണും റിച്ചാർഡ് ഡോക്കിൻസും മുതൽ മോദിയും അനിൽ അംബാനിയും വരെ ആ ലിസ്റ്റിലുണ്ട്. പീഡോഫൈലായ അമിത ലൈംഗിക ആസക്തിയുള്ള ഉന്നതരെയെല്ലാം ജെഫ്രി എപ്സ്റ്റീൻ ലക്ഷ്യമിട്ടിരുന്നു. ട്രംപ് ഉൾപ്പെടെയുള്ള അന്നത്തെ ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ പ്രായം തികയാത്ത പെൺകുട്ടികളെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുന്നത് രഹസ്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു. അത് വെച്ച് വിലപേശി ഭീഷണിയുടെ ഒരു സാമ്രാജ്യം തന്നെ എപ്സ്റ്റീൻ കെട്ടിപ്പടുത്തു. 2008 സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ ആദ്യത്തെ തവണ അറസ്റ്റിലായപ്പോൾ വെറും 13 മാസത്തെ മാത്രം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങാൻ കഴിഞ്ഞതും ട്രംപ് ഉൾപ്പെടെയുള്ളവർ എപ്സ്റ്റീനുമായി അപ്പോഴും അടുത്ത ബന്ധം പുലർത്തിയിരുന്നതും ഇതുകൊണ്ട് തന്നെയായിരിക്കണം. എപ്സ്റ്റീന് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധവും ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി എഹൂദ് ബരാക്കുമായി ഉണ്ടായിരുന്ന സൗഹൃദവും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. എപ്സ്റ്റീൻ ഐലൻഡിലെ നിരന്തര സന്ദർശകനുമായിരുന്നു എഹൂദ് ബരാക്ക്. ഏത് രാജ്യവും എടുക്കുന്ന തീരുമാനം ഇസ്രായേലിന് അനുകൂലമാക്കി തീർക്കുക എന്നതായിരുന്നു പ്രാഥമിക ഉദ്ദേശമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനുപയോഗിച്ചത് ബ്ലാക്ക് മെയിലിംഗ് എന്ന ചാരതന്ത്രം. പുറത്തു വന്നത് അമേരിക്കയുടെ, ഇസ്രായേലിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ മുഖവും. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അധികാര ഗൂഢാലോചനയുടെയും ലൈംഗിക ക്രൂരതയുടെയും കഥയാണത്. പൊളിറ്റിക്കൽ സയനിസം എല്ലാത്തിനും മേലെ മനുഷ്യാവകാശത്തിനും ലോകത്തിൻ്റെ ക്രമസമാധാനത്തിനും മൂല്യങ്ങൾക്കും നേർക്ക് ഇത്രകാലവും നടത്തിയ അതിവിനാശകരമായ ആക്രമണത്തിൻ്റെ തെളിവുകളാണത്. US നീതിന്യായ വകുപ്പ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോഴാണ് ഒരു ചോദ്യം വ്യക്തമാവുക: ലോകം കൂടുതൽ തിരിയേണ്ടിയിരുന്നത് ഏതു വശത്തേക്കായിരുന്നു എന്ന്.